നമ്മൾ തോമാസ് ശ്ലീഹായെപ്പറ്റി കേൾക്കുന്ന പല കഥകളും വാസ്തവത്തിൽ ഈ മൂന്ന് തോമസുമാരെ പറ്റി ബന്ധപ്പെട്ട കുറേയേറെ കഥകളുണ്ട്. AD 410 ഇവിടെ വന്ന അൽത്തോം എന്ന് പറയുന്ന പേർഷ്യൻ മണിക്കേയൻ തോമസും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഇവിടെ വന്ന ക്നാനായ തോമായും പിന്നീട് സിറിയൻ കച്ചവടക്കാരുടെ ഭാഗമായി ഇവിടെ വന്ന ബിഷപ്പ് തോമസും ഈ മൂന്ന് തോമസുമാരെ ഇവിടെ കഥകളിൽ പലതും ആളുമാറി തോമാസ് ശ്ലീഹയുടെ കഥകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന കഥകളാണ്. ഉദാഹരണത്തിന് നിലയ്ക്കലിലെ ക്രിസ്തുമതത്തിന്റെ ഉത്ഭവം തോമാസ് ശ്ലീഹയുടെ 7 പള്ളികൾ നമ്മൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് ബിഷപ്പ് തോമസിൻ്റെതാണ്. ചേർത്തലയുള്ളതും ഉള്ള പള്ളി അതിന്റെ സ്ഥാപനമൊക്കെ ക്നാനായത്വവുമായി ബന്ധപ്പെട്ടതാണ്. 7 പള്ളികളിൽ പലതും കച്ചവട കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളത് തന്നെ ക്നാനായത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെളിവാക്കുന്നതാണ്. കൊല്ലത്ത് 7 പള്ളികൾ ഒന്നായി പറയുന്ന പള്ളി വാസ്തവത്തിൽ AD 8-ാം നൂറ്റാണ്ടിൽ വന്ന ബിഷപ്പ് തോമസ് സ്ഥാപിച്ചതാണ്. അപ്പോൾ ഐതിഹ്യങ്ങളുണ്ടാക്കി വിശ്വസിക്കുന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ മറ്റു 3 തോമസുമാരുടെയും പേരിലുള്ള പലതും തോമാസ് ശ്ലീഹയുടെ പേരിൽ മാറിപ്പോയി എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വലിയ തെറ്റായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ്. ക്നാനായ തോമ ക്രിസ്ത്യൻ മിഷണറി ആക്ടിവിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അതിന് 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കേരളത്തിൽ ആദ്യമായി ക്രിസ്ത്യാനികളെ പറ്റി പരാമർശിക്കുന്നത് AD 522 മാത്രമാണ്. പാന്റിനസ് ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നെങ്കിൽ ആ യാത്രയുടെ ഗതി നോക്കിയിട്ട് കേരളത്തിലൊന്നും അല്ല അദ്ദേഹം ലാൻഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മിക്കവാറും ബോംബെക്ക് അടുത്തവിടെയാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. AD 522 കോസ്മോസ് ഇൻഡിക്കോപ്ലസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസി കേരളത്തിലെത്തി. അദ്ദേഹം ആക്ച്വലി നെസ്തോറിയനായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വെച്ച് കുരുമുളക് വിളയുന്ന നാട്ടിൽ വെച്ച് 8 ക്രിസ്ത്യൻ കുടുംബങ്ങളെ കണ്ടു എന്ന് പറയുന്നു. അതാണ് കേരളത്തിൽ ആദ്യമായി ഒരു ക്രിസ്ത്യൻ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥം. പക്ഷെ പിന്നീടൊരു 400 കൊല്ലം കഴിഞ്ഞാണ് ക്നാനായ തോമയും ബിഷപ്പ് തോമസും കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 നൂറ്റാണ്ട് കൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ ഇത്രയും വളർന്നത്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറി ആക്ടിവിറ്റി കേരളത്തിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രമുഖനായ ആള് ക്നാനായ തോമയാണ്. കോട്ടയത്ത് വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ വെച്ച് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ക്നാനായ തോമ വാസ് നോ ഗ്രേറ്റർ മിഷണറി ദാൻ എനി അതർ മിഷണറി ഹു കെയിം ടു കേരള. പ്രസംഗം കഴിഞ്ഞ് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത്ര വിവരക്കെടൊന്നും മൈക്കിൽ കൂടെ പറഞ്ഞേക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഓപ്പണായിട്ടത് പറഞ്ഞ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഓപ്പൺ സ്റ്റേജ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ശുദ്ധ വിവരക്കെടാണ്. കാരണം ഹീസ് ആൻ ഓർഡിനറി മിഷണറിലേക്ക് എനി അതർ മിഷൻ എന്ന് പറയാൻ പാടില്ല. കേരളത്തിലെ ക്രൈസ്തവ മിഷണറി ആക്ടിവിറ്റിയുടെ വാസ്തവത്തിലെ പിതാവ് എന്ന് പറയുന്ന ക്നാനായ തോമയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻസിന്റെ വലിയ രീതിയിലുള്ള കൺവേർഷൻ ക്നാനായ തോമയുടെ അച്ചീവ്മെന്റാണ്. ഉദയംപേരൂർ സുനോസ് നടക്കുമ്പോഴേക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾ 30,000 മാത്രമേ എത്തിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കൂനംകുൽ സത്യമെത്തിയപ്പോൾ 1653 1599 30,000 പേരുള്ളവർ 1653 ആയപ്പോൾ 54 കൊല്ലം കഴിഞ്ഞപ്പോൾ 1,50,000 അത്രയേ ഉള്ളൂ കേരളത്തിലെ ക്രിസ്ത്യാനികൾ. കൂനംകുൽ സത്യം നടക്കുമ്പോൾ കേരളത്തിലാകെ 114 പള്ളികളേ ഉള്ളൂ. ഒരു 900 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പള്ളികൾ കേരളത്തിലെല്ലാം കൂടി 10-ൽ താഴെ ഉള്ളൂ. ലെസ് ദാൻ 10. അപ്പോൾ ഈ ആദ്യത്തെ 114 പള്ളികളിൽ ബഹുഭൂരിപക്ഷം പള്ളികളും ക്നാനായ തോമന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മിഷണറി ആക്ടിവിറ്റിയുടെ ഭാഗമായി കേരളത്തിലുണ്ടായതാണ്. അതാണ് ചരിത്ര സത്യം. ആ സത്യം സത്യമായി പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഹി വാസ് ദ ഫസ്റ്റ് ആൻഡ് പെർഹാപ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിഷണറീസ് ബിഫോർ ഫ്രാൻസിസ് സേവിയർ. ഫ്രാൻസിസ് സേവിയർ കേരളത്തിൽ വരുന്നതിന് മുമ്പ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മിഷണറിയാണ് ക്നാനായ തോമ. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ക്രിസ്ത്യാനികളുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ചതും ആ സംഭവത്തിലാണ്.